ഒടുവിദ്യ രഹസ്യമായി പിന്തുടരുന്ന ചില വിഭാഗങ്ങളുടെ ഒരു മാന്ത്രിക രീതിയാണത്. പലരും കാണുമ്പോഴും മാന്ത്രികപരമായുള്ള ചോദ്യങ്ങളും അവരുടെ സംശയങ്ങളും പലപ്പോഴും ഞാൻ ഒഴിവാക്കി വിടാറേ ഉള്ളൂ. അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ലാത്തതുപോലെ പലപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കും. എന്നാൽ പലരും ധരിക്കുന്ന കഴിഞ്ഞ ഒരു 5 വർഷമായി, എസ്പെഷ്യലി യൂട്യൂബൊക്കെ തുടങ്ങി കുറച്ച് നാളുകളായി, 5 ആയിട്ടില്ല, ഈശ്വരനെ എങ്ങനെ വർണ്ണിക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഇതിന് ഭാവനയില്ല. സ്പിരിച്വാലിറ്റിക്ക് ഒരു എനർജി അവേക്കനിങ്ങിൽ ഒന്നുമില്ല. വേർഡ്സ് എല്ലാം മനുഷ്യ സഹജമാണ്. ഈ കേൾക്കുന്ന ചെവിയും മനസ്സുമെല്ലാം നിങ്ങളുടെ ഓർമ്മകളുമാണ്. ഇതല്ല ഈശ്വരിത്വം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെൽഫ് റിയലൈസേഷനാണ്. അവിടെ ഒരു സ്ക്രിപ്റ്റിങ്ങും ഇല്ല, ആരുടെയും ഇല്ല. അവിടെ രാമായണമോ മഹാഭാരതമോ പുരാണങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ റിയലൈസേഷൻ മാത്രമാണ്. അവിടെ ബോഡി മൈൻഡുമില്ല. ബോഡി മൈൻഡും ഇല്ലെങ്കിൽ ഈ ബുക്സ് എല്ലാം തന്നെ വെറും വേസ്റ്റാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ഒടിവിദ്യ എന്ന് പറയുന്നൊരു സമ്പ്രദായം വളരെ സത്യമാണ്. മാന്ത്രികം സത്യമാണ്. ക്ഷേത്രം സമ്പ്രദായ രീതി നോക്കുമ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്നു, കൊടുങ്ങല്ലൂർ പോകുന്നു, വടക്കുന്നാഥനിൽ പോകുന്നു. നമ്മളിവിടെ എല്ലാം പോയി ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊരു യോഗിയുടെ കണ്ണിൽ, അല്ലെ റിയലൈസേഷൻ വന്ന മാസ്റ്ററുടെ കണ്ണിൽ എപ്പോഴും ഇതൊരു വിഡ്ഢിത്തരമാണ്. ഒരാൾ എനർജി അവേക്കിങ് അല്ലാതെ അവർ ക്ഷേത്രത്തിൽ പോയിട്ട് കോപ്രായം കാണിക്കുന്നു എന്ന് മാത്രം അവർ വ്യാഖ്യാനിക്കുന്നു. അതൊരു യുക്തിവാദിയുടെ ചിന്ത പോലെ അല്ല അത്. അത് തിരിച്ചറിവിൻ്റെ ഒരു 6 പടികളും താണ്ടാതെ ഒരു വ്യക്തിക്ക് അവിടുത്തെ ഊർജ്ജത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ആഗമശാസ്ത്രത്തിൻ്റെ ക്ഷേത്രങ്ങൾ ഉള്ളിലേക്ക് പ്രാണനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം എൻ്റെ അരികിൽ ഒരാൾ ചോദിച്ചു, യോഗീശ്വര ലിംഗസന്നിധി പ്രതിഷ്ഠ ചെയ്തപ്പോൾ എല്ലാം ബ്രഹ്മമാണെങ്കിൽ അങ്ങ് എന്തിനാണ് ദേവിയെ പ്രതിഷ്ഠ ചെയ്തതെന്നുള്ളത്, പ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ബ്രഹ്മത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഒരു ശിവനോ ഒരു മുരുകനോ ഒരു കൃഷ്ണനോ വന്നിട്ട് അതിനുള്ള പൂർണ്ണ സാക്ഷാത്കാരം നൽകിയിട്ട് നിങ്ങളെ വിടുവല്ല. തിരുവണ്ണാമലയിലും കാശിയിലും ഹിമാലയങ്ങളിലുമൊക്കെ ഇരിക്കുന്ന യോഗികൾ പ്രാണശക്തി സ്വീകരിക്കുവാൻ വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത്. ഒരു ബിന്ദുവായിരിക്കുന്ന പ്രാണൻ മഹാപ്രാണനിലേക്ക് കാന്തികം പോലെ അതിൻ്റെ ഊർജം അവിടെ തട്ടുമ്പോഴാണ് അത് ജ്യോതിയായി പ്രകാശിക്കുന്നത്. ഇതിന് ധാരാളം പ്രാണൻ ആവശ്യമുണ്ട്, പല രീതിയിലും പല വിധത്തിലും. അതിനു വേണ്ടിയിട്ട് ആഗമശാസ്ത്രത്തിലെ ക്ഷേത്രങ്ങൾ നമ്മളെ സഹായിക്കും. ശങ്കരാചാര്യർ ഏറ്റവും മഹത്തേറിയ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പക്ഷേ ആൾക്കാരത് കുഴപ്പത്തിൽ ചെന്നുകൊണ്ടൊന്ന് ചാടിച്ചു. ശിവനും പാർവതിയും കൈലാസത്തിൽ അവർ സൃഷ്ടിച്ചു. കൃഷ്ണനെ വൈകുണ്ഠത്തിൽ അവർ കാണാൻ ആവർത്തിക്കുന്നു. ഇതൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഗുരുവായൂരിരിക്കുന്ന കൃഷ്ണനല്ല അമ്പലപ്പുഴയിലിരിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രേതാരാധനയുടെ രീതിയാണ്. ഇതൊരു മാന്ത്രികമാണ്. ഒരു വ്യക്തി വളരെ കരുണാമരനായിരിക്കുന്ന ഒരു ജീവൻ, ഒരു മനുഷ്യൻ, അയാൾക്ക് എല്ലാവരോടും കരുണയും വാത്സല്യവും മാത്രമേ ഉള്ളൂ. അയാളുടെ ജീവൻ്റെ ഒരു മൂല്യവത്തായി ജീവഗുണമായി അദ്ദേഹത്തിന് കിട്ടിയ വാസന എന്ന് പറയും. ആ ഒരു പ്രാണനെ ഒരു മാന്ത്രികൻ മനസ്സിലാക്കി ആവാഹിച്ച് ഒരു കല്ലിലേക്ക് പ്രതിഷ്ഠ ചെയ്യുന്നതാണ് ഗുരുവായൂർ അമ്പലവും അമ്പലപ്പുഴ അമ്പലവും ഇങ്ങനെയൊക്കെയുള്ളത്. അതിനാണ് 3 നേരം നിവേദ്യവും അതിന് ആനപ്പിള്ളത്തെ എഴുന്നള്ളത്തും അതിൻ്റെ വീതിയിലുള്ള താന്ത്രിക വിധിപ്രകാരമായിട്ടുള്ള ക്രമീകരണങ്ങളും എടുക്കുന്നത്. ഒരു ബ്രാഹ്മണ കുലത്തിൻ്റെ അത് കൊടുക്കുന്നത്. ഇതെല്ലാം ബ്രഹ്മത്തിലേക്കുള്ള വഴിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇതൊരു ഡയമെൻഷൻ വരെ മാത്രമേ നിൽക്കുള്ളൂ. ഇപ്പം ഞാൻ ഒടിവിദ്യയെക്കുറിച്ച് പറഞ്ഞു വന്നാൽ, ഒടിവിദ്യ ആൾക്കാർ കുറേ ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ,
മാന്ത്രികം ഒരു മാന്ത്രികനിൽ നിന്ന് ഉൽപ്പത്തിപ്പിക്കുന്ന കാര്യമാണ്. ഇതിന് യാഥാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ പ്രാണനെ പലതലത്തിലും അതിന് ഉപകരിക്കാൻ പറ്റും. ഒരു ഗുരു എപ്പോഴും നല്ലൊരു മാന്ത്രികനായിരിക്കും. അദ്ദേഹം സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിലേക്ക് അവരെ വിടും. പലപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ആശങ്ക മനുഷ്യന് മരണമുണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ മരണമില്ലാത്ത ഒന്നാണ്. മരണം ഈ മൊമെൻറ്റിലും എല്ലാ മനുഷ്യരിലും സംഭവിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ അറിയുന്നില്ല. അത് ജീവൻ ഉണരുമ്പോഴേ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ ജീവനെ ഉണർത്തിയ ഒരാൾക്ക് മാന്ത്രിക വശങ്ങളും കൈവരിക്കാൻ പറ്റും. പരകാല പ്രവേശനം സംഭവിക്കും. പരകാല പ്രവേശനം ഒരു വ്യക്തി പൂർണ്ണ ആത്മനിർവൃതിയിലിരിക്കുകയാണെങ്കിൽ ആ ഗുരുവിൻ്റെ സാമീപ്യം അവർക്ക് ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കാൻ പറ്റും. ഇതിനെ തെറ്റായുള്ള വശങ്ങളിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച പല രീതികളുമുണ്ട്. ചില മുത്തശ്ശനായി അപ്പൂപ്പൻ്റെയോ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കൈമാറി വന്ന വിധിപ്രകാരങ്ങൾ സ്വയം നേട്ടത്തിന് വേണ്ടി ഉപകരിക്കുമ്പം ഇതിനൊത്തിരി തെറ്റിദ്ധാരണകൾ പടർന്ന സമൂഹത്തിലേക്ക്. ശരിയാണ്, ഒരു നല്ല ഒടിയന് അദ്ദേഹത്തിനൊരു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അതൊരു സ്ത്രീയാവാം, ഒരു പുരുഷനാവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വീടാവാം, വസ്തുവാവാം, ആ മാന്ത്രികന് അതിനെ മോഹിച്ചു കഴിഞ്ഞാൽ ഏതാനും നിമിഷം കൊണ്ട് അവർ സ്വന്തമാക്കും. അവർ ഏതെങ്കിലും ഒരു ഒരാളവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരുടെ ഉള്ളിൽ നിൽക്കുന്ന പ്രാണൻ മരിച്ചവരുടെയാണ്. മാട മർദ്ദൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഓരോ വിധത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ ജീവിക്കാനൊരു 40 വർഷം കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി, വണ്ടി ആക്സിഡൻറ്റോ എന്തെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഒരു വിധത്തിൽ മരണപ്പെട്ടു. അവരെല്ലാം മാടനാണ്, മർദ്ദയാണ്. അവരെ ആവാഹിച്ച് ഇവരുടെ അരികിലേക്ക് വെക്കും. ഇവരെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ഇവരുടെ നിരാശ, ക്രോധം മറ്റുള്ളവരേക്ക് വ്യാപരിച്ചെത്തുമ്പം അവർ ചോര തുപ്പി ചിലപ്പോൾ മരിച്ചേക്കാം, അറ്റാക്ക് വന്ന് ചത്തേക്കാം, തളർന്നൊരു സൈഡ് വീണേക്കാം. ഇതെല്ലാം മാന്ത്രികമാണ്. അതുകൊണ്ടാണ് ഒരു മാന്ത്രികനെ ദേഷ്യം പിടിപ്പിക്കലെന്ന് പറയുന്നത്. ഒരു ഭദ്രകാളി ഉപാസകനാണെങ്കിൽ മാറി നിൽക്കണമെന്ന് പറയുന്നത്. അവരുടെ ഊർജം നിങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരതിനെ പൂർണ്ണമായിട്ടും നിങ്ങളെ തന്നെ ഇല്ലാതാക്കും. ഈശ്വരൻ കരുണയാണോ? ഈശ്വരൻ കരുണയാണെന്ന് ആരാ പറഞ്ഞത്? ഈശ്വരൻ ആനന്ദമാണോ? ഇതൊക്കെ നിങ്ങൾക്ക് ഭാവനാപൂർവ്വം സൃഷ്ടിച്ച് ലോകത്തിന് നന്മ ചെയ്യാം. ഒരു വികാര ഗുണമില്ലാത്ത ഒരു വ്യക്തത മാത്രമായി തീരുന്നു. അത് ജീവൻ്റെ ഒരു വ്യക്തത മാത്രം. അപ്പോൾ ഗുരുജി പറയുന്നില്ല ഭാരതീയ ചിന്ത, ഭാരതീയ ആത്മീയത എന്നൊക്കെ. അതൊക്കെ ആധുനികമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നു. ഭാരതം എന്നുള്ള ആശയം പോലും ഓരോ അവരുടെ ആചാരങ്ങളെയും അതിൻ്റെ രീതിയിലും അടിസ്ഥാനപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആത്മീയത പിടിച്ചു നിന്ന് പോകാൻ വെറും ഭാവനയിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ മനുഷ്യൻ്റെ ഇടയിലേക്ക്. ക്ഷേത്ര ആരാധന സമ്പ്രദായം മുഴുവനും ഒരു മാന്ത്രികമാണ്. അന്ന് വെച്ചിട്ട് നാളെ അവിടെ പോകരുതെന്നല്ല, പോക്കോളൂ, നിങ്ങളുടെ ഭൗതികപരമായുള്ള നേട്ടങ്ങൾ അവിടെ കൂടെ നേടിക്കോളൂ. ഭക്തി നിങ്ങൾക്ക് ഉള്ളിൽ തേടാനുള്ളൊരു പ്രചോദനം നൽകുന്നുണ്ടെങ്കിൽ ഭക്തിയിലേക്ക് നിങ്ങൾക്ക് കടക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഭക്തി ഉപേക്ഷിക്കുക. തിരിച്ചറിവ് ഇതിൻ്റെ എല്ലാം വ്യത്യസ്തമാണ്. ഊർജം നിങ്ങളിൽ ഉണരുമ്പം മാത്രം എനർജി അല്ല. നിങ്ങൾ രാമമന്ത്രം 1000 തവണ എഴുതിയെന്ന് പറഞ്ഞാലോ, രാമമന്ത്രം 1000 തവണ ജപിച്ചെന്ന് പറഞ്ഞാലോ, ഈ ശ്രീവിദ്യ സമ്പ്രദായവും ലളിതാ സഹസ്രനാമ ഇതെല്ലാം ഒരു മാന്ത്രികം തന്നെയാണ്. ഇതിലൊക്കെ തന്നെ നിങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങൾക്കൊരു എനർജി അവേക്കനിങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു സാധ്യതയില്ല. നിങ്ങൾ എന്ത് ആത്മീയതയാണ് തേടുന്നത്? നിങ്ങൾ കണ്ണടച്ചിരിക്കും, നിങ്ങൾക്ക് ഈ ലോകം അസ്തമിക്കുന്നില്ലെങ്കിൽ, നിങ്ങളിൽ അലട്ടുന്ന ചിന്തകൾ വീണ്ടും പ്രകടമാവുന്നുണ്ട്, നിങ്ങൾ ആത്മീയത പാതയിലേ അല്ല, നിങ്ങളുടെ ഉള്ളിൽ ജ്യോതി തെളിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നു? ഒരു നിമിഷമെങ്കിലും കണ്ണീന്ന് ആത്മനിർവൃതി വരാതെ നിങ്ങളുടെ ആത്മാവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ആത്മീയത സംഭവിക്കുന്നു? നോക്കൂ, ഇതൊരു മാന്ത്രികത്തിലേക്കുള്ളൊരു പ്രമോഷനൊന്നുമല്ല. നമ്മൾ ജീവനെ മനസ്സിലാക്കണം. പലരും ചിന്തിക്കും, സമാധി
അതൊക്കെ കുറേ ഉയർന്ന യോഗികൾക്കുള്ളതാണെന്നുള്ളത്. മരണം സ്വാഭാവികമാണ്. ഈ ശരീരത്തിൽ ഇപ്പോൾ ഇരിക്കുന്നു, ഈ ശരീരം പോയാലും എന്നെ കെട്ടിവെച്ച് എവിടെയോ ഇരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നുള്ളൂ. അല്ലാതെ ഞാൻ എവിടെയും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ മരണാനുഭൂതിയിലാണ് സദാസമയം. ഞാൻ എൻ്റെ ബോധപ്രക്രിയ ഈ ശരീരവും മനസ്സുമായി അകറ്റി നിർത്തുമ്പോൾ, എൻ്റെ ഊർജം വർദ്ധിക്കുമ്പോൾ, എൻ്റെ പ്രാണശക്തി വർദ്ധിക്കുമ്പോൾ, എൻ്റെ ഇമോഷനെല്ലാം എന്നിൽ നിന്ന് ഡിറ്റാച്ച്ഡായി പോകുമ്പോൾ, ഞാൻ ജീവമുക്ത സ്ഥിതിയിൽ നിൽക്കുമ്പോൾ, എൻ്റെ ഭ്രൂമധ്യത്തിൽ ജ്യോതി തെളിയുമ്പോൾ ഞാൻ ഈശ്വരീയ സാക്ഷാത്കാരവും ഈശ്വരീയ അനുഭൂതിയിലേക്കും ലയിച്ചു പോകുന്നു. അങ്ങനെ ഒരു യോഗി അവൻ്റെ ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വെറും നാടകീയപരമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് ഈ ജീവിതം എന്നുള്ളതാണ് അവർ തിരിച്ചറിവ്. മറ്റേതെല്ലാം വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ഒടിവിദ്യയും മാന്ത്രികവും എല്ലാം യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളുടെ ജീവൻ്റെ ഏത് തലത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതിലുണ്ട്. തിരിച്ചറിവിൽ നിങ്ങൾ മരണത്തിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു അനാദിയായി തീരാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരം ചെയ്യും. അല്ലാതെ നിങ്ങളിതെല്ലാം കേട്ടൊരു കൗതുകത്തിൻ്റെ പുറത്ത് പലതും പരീക്ഷണം ചെയ്യാനായിട്ടുള്ള മനസ്സങ്ങനെയാണ്. ദർ ഈസ് ഗോഡ്, ദർ ഈസ് നോ ഗോഡ് എന്ന് പറഞ്ഞാൽ ഗോഡിൻ്റെ പിന്നാലെ എല്ലാവരും പോകും. അത് വിശ്വാസമാണ്. ആൾക്കൂട്ടമുള്ളിടത്തേക്ക് ആൾക്കാർക്ക് എത്താൻ അവരുടെ മനസ്സിനൊരു പ്രചോദനമുണ്ടാകും. ദർ ഈസ് നോ ഗോഡ്, എല്ലാം ശൂന്യമാണ്, എല്ലാം ഒരു പ്രകാശമാണ്, എല്ലാം ഉള്ളിൽ തെളിയുന്നൊരു വ്യക്തതയാന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അത് മനുഷ്യൻ്റെ വിശ്വാസ രീതി അങ്ങനെ അവനിലേക്ക് എത്തിച്ചേർന്നു. കാലഘട്ടത്തിനനുസരിച്ച് സമൂഹം മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു യോഗികൾക്കുമില്ല. മൺതിരിയിലിരിക്കുന്ന ഈ ശരീരം മായാപ്രപഞ്ചത്തെ നോക്കി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ മായയെ മനസ്സിലാക്കുന്നത് മാത്രമാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. നമസ്കാരം.